സംഗീത വിസ്മയം എസ് ജാനകി ഇനി ഓർമ്മകളിലെ നിത്യവസന്തം. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയായി. കനിയഹുണ്ടി ഫാം ഹൌസിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിനയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനയ, പാടിത്തീർത്ത ഓരോ ഗാനവും ഈ നിമിഷം പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അത്രയേറെ മനോഹരമാക്കിയ ആ സംഗീത ലോകത്തെ മനോഹരമാക്കിയ വിസ്മയമാണ് അസ്തമിക്കുന്നത്. നാനാദിക്കിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാണ് അവസാനമായി ആ സംഗീത സബരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. തീർച്ചയായും മാരിയ, കനിയഹുണ്ടി ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിലാപയാത്രയായിട്ടായിരുന്നു മൈസൂരിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും പൊതുദർശനത്തിന് ശേഷം കനിയഹുണ്ടിയിലെ ഫാം ഹൗസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിലാപയാത്രയിലെ അടക്കം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളായിരുന്നു അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി ഈ റോഡിന്റെ ഇരുവശത്തുമായി തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ പൊതുദർശനം മഹാരാജാസ് കോളേജിലെ പൊതുദർശനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വിലാപയാത്രയായിട്ടാണ് കനിയഹുണ്ടി ഫാം ഹൗസിലേക്ക് എത്തിച്ചത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്ന വിലാപയാത്ര. ആ വിലാപയാത്രകൾക്ക് ശേഷം ഇപ്പോൾ കനിയഹുണ്ടിയിലെ ഫാം ഹൗസിൽ പൊതുദർശനം സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചുമകളാണ് ഈ സംസ്കാര ചടങ്ങുകളടക്കം തന്നെ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അമ്മയെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ കനിയഹുണ്ടിയിലെ ഫാം ഹൗസിലേക്ക് അടക്കം തന്നെ എത്തിയിരിക്കുന്നത്. ഈ പൊതുദർശനത്തിന് ശേഷം ഈ പൊതുദർശനത്തിലേക്ക് അടക്കം തന്നെ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വിലാപയാത്രയായി കനിയഹുണ്ടിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈ വാഹനത്തെ അനുഗമിച്ച് നിരവധി പേർ എത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമ്പോഴും അമ്മയ്ക്ക് യാത്ര നൽകാൻ, അമ്മയ്ക്ക് വിട നൽകുവാനായി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ കനിയഹുണ്ടി ഫാം ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ദേശമന്യേ നിരവധിയായിട്ടുള്ള ആളുകളാണ് അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ കാണുന്നതിന് വേണ്ടി, അമ്മയ്ക്ക് വിട നൽകുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കനിയഹുണ്ടിയിലെ ഫാം ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകളടക്കം തന്നെ ആരംഭിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നത്. ആദ്യം ഈ മതാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകളായിരിക്കും പൂർത്തിയാക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് അടക്കം തന്നെ കടക്കുക. നിലവിൽ എന്തായാലും ഈ മതാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുമകളാണ് ഈ ചടങ്ങുകൾ അടക്കം തന്നെ നടത്തുന്നത്. 6 പതിറ്റാണ്ടോളം മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ജാനകിയമ്മ, ആ ജാനകിയമ്മയ്ക്ക് ഇപ്പോൾ ലോകം വിട നൽകാൻ ഒരുങ്ങുകയാണ്. ലോകം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ മാത്രമല്ല ജാനകിയമ്മയുടെ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല പാട്ടുകൾ, അല്ലെങ്കിൽ ജാനകി അമ്മ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിലായി, വിവിധ ഭാഷകളിലായി നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ, 40,000-ലധികം ഗാനങ്ങളാണ് ജാനകി അമ്മ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗാനങ്ങളിലൂടെ തന്നെ ജാനകി അമ്മ ഇനിയും ജീവിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. ആ ഗാനങ്ങളിലൂടെ തന്നെയാണ് ജാനകി അമ്മ ഇനിയും ജീവിക്കുക. അത്തരത്തിൽ വിവിധ ഭാഷകളിലായി നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ജാനകി അമ്മ പറയുന്നത് പോലെ തന്നെ നിലയ്ക്കുന്നില്ല ഈ ജാനകി നാദം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും. കാരണം ഈ ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെ ജാനകി അമ്മ ഇനിയും ജീവിക്കുമെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ജാനകി അമ്മയുടെ ശരീരം മാത്രമാണ് ഈ ലോകം വിട്ടു പോകുന്നത്. നമുക്ക് സമ്മാനിച്ച പാട്ടുകളും നമുക്ക് സമ്മാനിച്ച ഓരോ ഓർമ്മകളും, ആ ഓർമ്മകളിലൂടെ ഇനിയും ജാനകി അമ്മ ജീവിക്കുക തന്നെ ചെയ്യും. പ്രേക്ഷക ഹൃദയങ്ങളിൽ, ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇനിയും ജാനകി അമ്മ ജീവിക്കുമെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പാട്ടുകൾ കൊണ്ട് മായാജാലം തീർത്ത മറ്റൊരു ഗായികയുണ്ടോ എന്നൊരു ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം നൽകാൻ ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഈ മറ്റൊരു ഗായികയുണ്ടോ എന്നതിൽ ഒരു സംശയം തന്നെയാണ്. കാരണം പാട്ടുകൾ കൊണ്ട് മായാജാലം തീർത്ത ഒരു ഗായിക തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ആ ഗാനങ്ങളിലൂടെ ഇനിയും ജീവിക്കുമെന്നതിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള ജാനകി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ജാനകി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിൽ ജാനകി അമ്മ സമ്മാനിച്ച പാട്ടുകളും, ആ പാട്ടുകളിലൂടെ ജാനകി അമ്മയെ
എങ്ങനെ ഓർക്കുമെന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളടക്കം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനമായി കുടുംബാംഗങ്ങൾ ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജാനകി അമ്മയ്ക്ക് അവസാനമായിട്ടുള്ള ഈ ചടങ്ങുകളാണ്, മതാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ജാനകി അമ്മയ്ക്ക് വിട നൽകുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ, അത് മറ്റു അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം തന്നെ ജാനകി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുമ്പോഴും അത്രത്തോളം ദുഃഖം അവരുടെ മുഖത്തുണ്ട് എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ കൊച്ചുമകൾ തന്നെയാണ് ഈ ചടങ്ങുകളടക്കം നടക്കുന്നത്. മകൻ മരിച്ചിരുന്നു. മകന്റെ ഈ പെട്ടെന്നുള്ള വിയോഗം, അത് വളരെ അല്ലെങ്കിൽ ആ പെട്ടെന്നുള്ള വിയോഗം ജാനകി അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഭർത്താവ് മരിച്ചു, അതിനുശേഷം മകന്റെ പെട്ടെന്നുള്ള വിയോഗം, അതിന് പിന്നാലെ തന്നെ താൻ ഇതിൽ നിന്നും അല്ലെങ്കിൽ ഈ സംഗീത ലോകത്തിൽ നിന്നും താൻ മാറി നിൽക്കുകയാണ് എന്ന് ജാനകി അമ്മ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് തൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും ഈ ആരാധകരാണെങ്കിലും അത്തരത്തിൽ മാറി നിൽക്കാൻ പറ്റില്ല, ജാനകി അമ്മയ്ക്ക് അത്തരത്തിൽ മാറി നിൽക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. പിന്നീടും ജാനകി അമ്മ പാടുന്നു, നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ സിനിമാ ലോകത്തിന് സമ്മാനിക്കുന്നു. അതിനുശേഷം തൻ്റെ 79ാമത്തെ വയസ്സിലാണ് മൈസൂരിൽ നിന്നുള്ള ഒരു പൊതുവേദികൾ താൻ വിരമിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയത് മൈസൂരിൽ നിന്ന്, പാടിത്തുടങ്ങി അല്ലെങ്കിൽ പാട്ടുകൾ പാടിത്തുടങ്ങിയത് മൈസൂരിൽ നിന്ന്. ആ മൈസൂരിൽ നിന്ന് തന്നെയായിരുന്നു പിന്നീട് തൻ്റെ വിരമിക്കലും ജാനകി അമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ഈ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലുങ്ക് പാട്ടുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുണ്ടാവുക. പിന്നീട് ഈ മലയാളത്തിലായ ഏകദേശം 1200-ലധികം ഗാനങ്ങളാണ് പാടിയിരിക്കുന്നത്. അതും ഒരു പിടി നല്ല ഗാനങ്ങൾ, ഒത്തിരി ഗാനങ്ങളാണ് മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആ മലയാളികൾക്ക് ഒത്തിരി ഗാനങ്ങൾ സമ്മാനിച്ച ശേഷമാണ് ജാനകി അമ്മ ഇപ്പോൾ വിട നൽകിയിരിക്കുന്നത്. പാട്ടിലൂടെ തന്നെ മായാലോകം സൃഷ്ടിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ വിട നൽകിയിരിക്കുന്നത്. എന്നാലും ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളടക്കം തന്നെ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനമായി ജാനകി അമ്മയ്ക്ക് വെള്ളം നൽകുകയാണ്. ജാനകി അമ്മയ്ക്ക് ഈ വെള്ളം നൽകി ഈ ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ വിട നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്റെ കുടുംബാംഗങ്ങൾ അവസാനമായി ജാനകി അമ്മയെ കാണുകയാണ്. കുടുംബാംഗങ്ങൾ മാത്രമല്ല, പക്ഷേ ജാനകി അമ്മയ്ക്ക് ഈ കുടുംബം എന്ന് പറയുന്നത് മറ്റു ആരാധകരടക്കം തന്നെ ജാനകി അമ്മയുടെ കുടുംബം തന്നെയാണ്. ആരാധകരടക്കം തന്നെ അവസാനമായി തങ്ങളുടെ അമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ പൊതുദർശനത്തിൽ മാത്രമല്ല, സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് അടക്കം ഈ ആരാധകർ എത്തുന്ന കാഴ്ച, അത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ തന്നെ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ജാനകി അമ്മയുടെ വിയോഗ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണിവരെ വീട്ടിലായിരുന്നു ഈ പൊതുദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 8 മണിക്ക് ശേഷമാണ് പിന്നീട് കൊച്ചുമകൾ വിതുമ്പുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ ദുഃഖം തന്നെയാണ് ജാനകി അമ്മയുടെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ചടങ്ങുകളടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് സംസ്കാരം നടത്തും. ഈ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും ഈ സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അടക്കം ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമാ ലോകത്തെയും സംഗീത ലോകത്തെയും രാഷ്ട്രീയ ലോകത്തെയും പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ ഈ അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു.